രാധാകൃഷ്ണൻ, കോൺഗ്രസ്സിൽ വലിയ മാറ്റങ്ങളൊക്കെ വന്നു. പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പ്രസിഡൻ്റാക്കി. അത് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ക്രിസ്ത്യൻ നേതാവ് പ്രസിഡൻ്റായിട്ട് വരണം എന്നൊക്കെ ചിലരുടെ താല്പര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കേട്ടിരുന്നു. സുധീരൻ തന്നെ, VM സുധീരൻ കുറച്ച് സജീവമായിട്ട് അടുത്ത കാലത്ത് പാർട്ടി കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു എന്ന് തോന്നുന്നു. VM സുധീരൻ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടോ? ബ്രാക്കറ്റിൽ പറയണമല്ലോ, UDF ജയിച്ചാൽ. അല്ല, ഒന്ന് ഈ വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധീരൻ കുറേ കാലമായിട്ട് VM സുധീരൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അകന്നിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലും മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹം അനുഭവ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയായിരുന്നു. യാത്ര ചെയ്തു വരുന്ന സമയത്ത് തൻ്റെ പഴയ സഹപ്രവർത്തകനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് സംസാരിച്ചു, അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ചായ കഴിച്ചു പോന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഈയിടെയായിട്ട് അദ്ദേഹം സജീവമായിട്ട് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നൊരു ധാരണ വരുന്നുണ്ട്. ഇതിൽ ഈ ആദ്യം ബ്രാക്കറ്റ് പറഞ്ഞില്ലേ, ജയിച്ചാൽ എന്ന്, UDF ജയിച്ചാൽ, അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംശയമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലൊരു രാഷ്ട്രീയ അന്തരീക്ഷം നോക്കുക. ആ രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ UDF അരയും തലയും മുറുക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മറ്റേ എന്താണ് SDPI, പിന്നെ ജമാഅത്തെ ഇസ്ലാമി, PDP തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ എല്ലാ ഇസ്ലാമിക വർഗീയ അല്ലെങ്കിൽ ടെറർ ഗ്രൂപ്പുകളുമായിട്ട് സന്ധി ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അങ്ങനെ സന്ധി ചെയ്തതിന് ശേഷവും അതിലൊന്നും പെടാത്ത കുറേ മുസ്ലിം ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഈ ജിഫ്രി തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കക്ഷികൾ, പിന്നെ മറ്റേ മർക്കസിൻ്റെ അദ്ദേഹം കാന്തപുരം, ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അതിൽ ഒന്നും പെടാതെ നിൽക്കുന്ന സ്വതന്ത്ര ബുദ്ധിജീവികളായിട്ടുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അമ്മയും 2 മക്കളും വന്നിട്ട്, അത് കോൺഗ്രസിൻ്റെ ഉടമസ്ഥരവരാണ് ശരിക്കും. കോൺഗ്രസിൻ്റെ ഉടമസ്ഥരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ്. മറ്റേ ഒരു വലിയ കാര്യസ്ഥൻ്റെ ഒരു പദവിയിലാണ് KC വേണുഗോപാൽ ഇരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പദവികളിലുണ്ടെന്ന് മാത്രം. അപ്പോൾ ചോദിക്കും, ഇതിനകത്തൊരു ഖാർഗെ ഇല്ലേ എന്ന് ചോദിക്കും. ഖാർഗെയൊക്കെ ഒരു അടിമയുടെ ഒരു പദവിയിലാണ് ഖാർഗെ നിൽക്കുന്നത്. ആശ്രിതൻ്റെ പദവിയാണ്, കൃത്യം വാക്കതാണ്, ആശ്രിതൻ്റെ പദവിയാണ്. അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ 3 പേരും ഈ അടുത്ത് വയനാട്ടിൽ വന്നിട്ട് പ്രമുഖരായിട്ടുള്ള എല്ലാ മുസ്ലിം പ്രമാണിമാരെയും കണ്ടിരുന്നു. സോണിയാഗാന്ധിയും 2 മക്കളും വന്നിട്ട്, പപ്പുമോനും പൈങ്കിളി മോളും, അതെ, 2 പേരും കൂടി വന്നിട്ട് ഇവരെയൊക്കെ കണ്ടിരുന്നു. ആ പ്രമാണിമാരായിട്ടുള്ളവരെ കാണുന്ന കൂട്ടത്തിൽ സ്വതന്ത്ര ബുദ്ധിജീവി ആയിട്ടുള്ള MN കാരശ്ശേരിയെ വരെ പോയി കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജോണിയെ കണ്ടിരുന്നു. മുസ്ലിമായിട്ടൊരു സ്വതന്ത്ര ബുദ്ധിജീവി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മുസ്ലിം സ്വതന്ത്ര ബുദ്ധിജീവിയുടെ പിന്തുണ കൂടി ഈ മൈനോറിറ്റി കൺസോളിഡേഷന് കിട്ടണം എന്നുള്ള നിലക്കാണ് മുസ്ലിം വിഭാഗത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സതീശൻ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് PV അൻവറും അതിൽ ഉൾപ്പെടും എന്ന് തന്നെയാണ് ഞാൻ ഊഹിക്കുന്നത്. അവസാനം വരുന്ന സമയത്ത് അൻവർ കൂടി അതിനകത്തുണ്ടാകും. കാരണം അൻവറിന് വേറൊരു സീറ്റ് കൊടുത്താൽ പ്രശ്നം തീരാവുന്നല്ലേ ഉള്ളൂ. അൻവർ കൂടി അതിനകത്തുണ്ടായിരിക്കും. ഇത് കൂടാതെയാണ് നേരത്തെ ഇതിൻ്റെ ആദ്യം പറഞ്ഞത്, അത് രാമൻ പറഞ്ഞത് വളരെ ശരിയാണ്. കേരളത്തിലുള്ള 7 ബിഷപ്പുമാർ, പ്രമുഖരായിട്ടുള്ള സഭാ തലവന്മാരായിട്ടുള്ള 7 ബിഷപ്പുമാർ ഒരു നിവേദനം സോണിയാഗാന്ധിക്ക് കൊടുത്തു. ചങ്ങനാശ്ശേരിയിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പോയി കണ്ടിരുന്നല്ലോ. അല്ല, കണ്ടിരുന്നു. അത് കൂടാതെ തന്നെ ഒരു നിവേദനം കൊടുത്തിരുന്നു. ആ നിവേദനത്തിൽ എന്താണ് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ, കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ നിന്ന് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡർ UDFൻ്റെ ഇതിലില്ല. മുൻപ് അവർക്ക് അങ്ങനെയല്ല. AK ആൻ്റണി ഉണ്ടായിരുന്നു സജീവമായിട്ട്, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, KM മാണി ഉണ്ടായിരുന്നു. ഇവരെല്ലാം ക്രിസ്ത്യൻ താല്പര്യങ്ങൾ, കോർ ഓഫ് ദ ക്രിസ്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എപ്പോഴും ഉണ്ടായിരുന്നവരാണ്. അവരായിരുന്നു UDFലെ ക്രിസ്ത്യൻ താല്പര്യങ്ങളുടെ കൈകാര്യകർത്താക്കൾ. പക്ഷേ അവരിപ്പോൾ ആരുമില്ല.
ഇപ്പോഴുള്ളവരാണെങ്കിൽ തന്നെ അവരങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന വിധത്തിലുള്ളവരും ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ നേതൃത്വത്തിൽ UDFൻ്റെ ഉന്നത നേതൃത്വത്തിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടാകണം എന്നുള്ള കാര്യം സോണിയാഗാന്ധിയോട് ആവശ്യപ്പെടുകയും സോണിയാഗാന്ധി അത് സമ്മതിക്കുകയും അതിൻ്റെ ഫലമായിട്ട് വിശേഷിച്ച് ഒരു കാര്യവും കൂടാതെ തന്നെ കെ സുധാകരനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. കെ സുധാകരനെ മാറ്റിയതിന് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ലോകത്താർക്കും അറിയില്ല. കാരണം കെ സുധാകരൻ്റെ കാലത്ത് തിരഞ്ഞെടുപ്പുകളൊന്നും തോറ്റിട്ടില്ല, എല്ലാ തിരഞ്ഞെടുപ്പുകളും ജയിച്ചിട്ടുണ്ട്. ആ എല്ലാ തിരഞ്ഞെടുപ്പുകളും ജയിച്ച് കണ്ണൂരിൽ നിന്ന് സുധാകരനും ജയിച്ചു. പക്ഷേ സുധാകരൻ അങ്ങ് മാറ്റി. ആ മാറ്റുന്നതിൻ്റെ കാരണം എന്നിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്ത് മാറ്റിയിട്ട് ആക്കിയ പകരം വെച്ച നേതാവ് എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫ് അതിനു മുൻപ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഓൾ കേരള ലെവലിലുള്ള ലീഡറായിട്ട് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചതായിട്ട് എനിക്കറിയില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാകാൻ കാരണം. പക്ഷേ എന്തായാലും എനിക്കറിയില്ല അങ്ങനെ ഒരു ഇതായിട്ട്. പക്ഷേ അദ്ദേഹം വന്നു പെടുന്നതെന്ന് വെച്ചാൽ ആൻഡോ ആൻ്റണിയാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ആൻഡോ ആൻ്റണി ഈയിടെ ഭാര്യ വഴി പെൻറ്റക്കോസ്റ്റിലെത്തിയിട്ടുണ്ട്. ഈ പെൻറ്റക്കോസ്റ്റുകാർ ഇവിടുത്തെ ഓർത്തഡോക്സ് സഭയായാലും ജാക്കോബൈറ്റ് ആയാലും മാർത്തോമൈറ്റ് ആയാലും കാത്തോലിക്ക സഭയായാലും 4 വിഭാഗങ്ങളായാലും ഇവരാരും തന്നെ ഇവിടുത്തെ പെൻറ്റക്കോസ്റ്റ് സഭയുമായിട്ട് നല്ല ടൈംസിലല്ല പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൻറ്റക്കോസ്റ്റുകാരുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ സഭയിലുള്ളവരെയാണ്. ഈ സഭയിലുള്ളവരെയാണ് അവർ പെൻറ്റക്കോസ്റ്റ് സഭയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസം അവർ തമ്മിലുണ്ട്. അതുകൊണ്ട് ആൻഡോ ആൻ്റണിയെ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ വീണ്ടും റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും വന്ന പേരുകളിലൊന്ന് കെ സി ജോസഫാണ്. കെ സി ജോസഫിന് പ്രായമായി, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആൻ്റണി ആണെങ്കിൽ ഇത് എന്താണ് മറ്റേ ഇതെല്ലാം അവസാനിപ്പിച്ച് താൻ പറയുകയും ഇടയ്ക്കിടയ്ക്ക് അവസാനിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അടുത്ത പത്രസമ്മേളനം തന്നെ പുള്ളി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ ഇടയ്ക്കൊരെണ്ണം നടത്തേണ്ടി വന്നു ഇപ്പോൾ നിയമസഭയിൽ. ഇനിയിപ്പോൾ വേറെ അത് ഇടയ്ക്ക് വേണമെങ്കിൽ ഇനിയും നടത്താം. അങ്ങനെയാണ്. ആൻ്റണിക്ക് അങ്ങനെ ഉള്ള ഒരു കുഴപ്പമൊന്നുമില്ല. അത് ആവശ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും നടത്തും. അപ്പോൾ ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. അന്ന് ഈ ബിഷപ്പുമാർ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പ് എന്താണെന്ന് അല്ല, നേരത്തെ പറഞ്ഞത് ഈ AK ആൻ്റണി KPCC നേതൃത്വത്തിന് ഒരു പ്രതിസന്ധിയിലാക്കണമെന്നുണ്ടെങ്കിൽ പത്രസമ്മേളനം നടത്തുന്നല്ലേ? അത് അങ്ങയുടെ വ്യാഖ്യാനമാണ്. അങ്ങേക്ക് ദീർഘകാലമായിട്ട് പരിചയമുള്ള ഒരു നേതാവും അങ്ങ് തിരുവനന്തപുരത്ത് ഇരുന്ന് രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്ത ഒരാളും ആയതുകൊണ്ടും എനിക്കും ദീർഘകാലമായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കമൻ്റൊന്നും പറയുന്നില്ല, വിട്ടുകളഞ്ഞിരിക്കും. നോ കമൻസ്. ആൻ്റണിയുടെ തന്നെ ഭാഷയെ പറഞ്ഞാൽ നോ കമൻസ് ആണ്. അത് VK അതിൻ്റെ പരിഭാഷ ചെയ്തിട്ടുണ്ട്. നോ കമൻസിൻ്റെ ബ്രാക്കറ്റിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഈ നോ കമൻസ് എന്ന് പറഞ്ഞ് ഞാനത് മാറ്റേണ്ടത്. പക്ഷേ അന്ന് ഇവർ കൊടുത്തിരിക്കുന്ന ഈ ഓർത്തഡോക്സ് ജാക്കോബൈറ്റ് ഇവരെല്ലാ സഭാ മേലധ്യക്ഷന്മാരും കോൺഗ്രസ്സിനും UDFനും കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ അവരുടെ എൻ ബ്ലോക്ക് ആയിട്ടുള്ള കൺസോളിഡേറ്റഡ് വോട്ട് UDFന് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഫോഴ്സാണ്. 27-ഉം 15-ഉം 27-ഉം 10-ഉം 37-ഉം 42% വോട്ടായി. ആ 42%. ആ കൺസോളിഡേഷൻ എന്നുള്ള ചിന്ത തെറ്റല്ല. എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ LDF ആഞ്ഞ് ശ്രമിച്ചല്ലോ മുസ്ലിം വോട്ടിന് വേണ്ടി, പൊളിഞ്ഞ് പാളീസാവുമല്ലേ? അതെ 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 അതെ. അപ്പോൾ അതുകൊണ്ട് ഒരു കൺസോളിഡേഷൻ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നു. അല്ല, അതിൻ്റെ ഫലം കണ്ടു. അതിൻ്റെ ഫലമായിട്ടാണ് മൈനോറിറ്റി കൺസോളിഡേഷൻ തങ്ങൾക്ക് അനുകൂലമായി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് വോട്ടേ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പ സംഗമത്തിന് പോയത്. ഞാനതിലവരെ തെറ്റു പറയില്ല. കാരണം ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ നാച്ചുറൽ വോട്ട് ബേസ് ഹിന്ദുക്കളായതിൻ്റെ പേരിൽ ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് അവർ ശ്രമിക്കാൻ പോകുന്നത്. അത് EMS പണ്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നതാണ്. അതെ, ഈഴവരാതി പിന്നാക്ക വിഭാഗം സഹാക്കളെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സഹാക്കളെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പ്രസംഗം അവസാനിക്കുന്നത് ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളുടെ ഐക്യത്തിലൂടെ ഈ ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നേറി വിപ്ലവത്തിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങോട്ട് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. EMS അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമായി എന്നുള്ളത് വേറൊന്നും സംഭവിച്ചില്ല. അത് വേറെ പ്രശ്നം. പക്ഷേ ഇതാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരു അതിനകത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഈ പമ്പാ സംഗമം. അതിൽ ആരെന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, പിണറായിക്ക് അതിനകത്തൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിണറായി പരാജയപ്പെട്ടു അതിലെന്ന് പറയുമ്പോൾ ഒരു വിജയത്തിൻ്റെ അംശമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈഴവ സമുദായത്തിൽ 2 പ്രബല ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഗ്രൂപ്പും 2 ഗോകുലം ഗോപാലിൻ്റെ ഗ്രൂപ്പുമാണ്. വെള്ളാപ്പള്ളി നടേശനും ഗോകുലം ഗോപാലിനും ഒരുമിച്ച് ഇതിൽ പങ്കെടുത്ത് 2 പേരും വിളക്ക് കത്തിച്ചിട്ടുണ്ട്. പിന്നെ NSSൻ്റെ സെക്രട്ടറി, അതിനൊരു കാരണമുണ്ട്. NSSന് ഈ ലെഫ്റ്റ് ഗവൺമെൻറ്റിനെ തള്ളിപ്പറയാൻ സാധിക്കില്ല. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നായർ മന്ത്രിമാരുള്ള 10 നായർ മന്ത്രിമാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളം ഭരിച്ചൊരു കാലം എൻ്റെ ഓർമ്മയിലില്ല. അങ്ങയുടെ ഓർമ്മയിലുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതും വേറൊരു കാര്യമുണ്ട്. ഫൈനാൻസ്, റവന്യൂ, ഇൻഡസ്ട്രി, പിന്നെ എന്താണ് ഫുഡ്, ഇങ്ങനെ ഉൾപ്പെടെ മേജർ വകുപ്പുകൾ മുഴുവനും നായന്മാർ ഭരിക്കുന്നൊരു കാലം ഉണ്ടായിട്ടില്ല. NSSൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായരുടെ ഒന്നാമത്തെ ഡിമാൻഡ് എന്താണ്? നായർ സമുദായ അംഗങ്ങൾ താക്കോൽ സ്ഥാനങ്ങളിലെത്തണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡിമാൻഡ് അതാണ്. ആ നായർ സമുദായ അംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്, NSSൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ LDF ആയാലും കൊള്ളാം, UDF ആയാലും കൊള്ളാം, നായർ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം. നായർ സ്ഥാനാർത്ഥികൾക്കാണ് പ്രാമുഖ്യം. ആ നായർ സ്ഥാനാർത്ഥികൾക്കല്ല. ഇവിടെ അദ്ദേഹം UDF ആയാലും പോരാ, അദ്ദേഹത്തിന് LDF തന്നെ വേണം. കാരണം UDF ഒരു കാരണവശാലും 10 നായന്മാരെ മന്ത്രിയാക്കാൻ സാധ്യമല്ല. കാരണം സമുദായ സമവാക്യങ്ങൾ നോക്കുമ്പോൾ സാധ്യമല്ല. പക്ഷേ 10 നായന്മാരും മന്ത്രിയായിട്ടിരിക്കുന്നൊരു ഗവൺമെൻറ്റാണിത്. അങ്ങനെ താക്കോൽ സ്ഥാനങ്ങളിൽ നായന്മാർ വരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രചാരണം നടത്തുകയും ചെയ്യുന്ന സമുദായത്തിൻ്റെ താല്പര്യം നോക്കുന്ന സമുദായ സെക്രട്ടറിക്ക് ഇതിനെ തള്ളി പറയാൻ പറ്റില്ല. തള്ളി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ കൂടെയാണെന്ന് ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പ്രബലമായ സമുദായങ്ങൾ ഒരുമിച്ച് പിണറായിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഈ സംഗമത്തിൽ കണ്ടത്. ഒപ്പം കേരള പുലയർ മഹാസഭ എന്ന് പറയുന്ന പുന്നല ശ്രീകുമാറിൻ്റെ സംഘടന, അത് വളരെ ആളുള്ള സംഘടനയാണ്. പുന്നല ശ്രീകുമാറാണെങ്കിൽ VM സുധീരനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി ഇപ്പുറത്ത് തന്നെ ഉറക്കുകയും ചെയ്യും. അല്ല, ഇനി അത് പറഞ്ഞേക്ക് അതിനകത്തേക്ക് വരെയാണ്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ പുന്നല ശ്രീകുമാറും അപ്പുറത്തുണ്ട്. പുന്നല ശ്രീകുമാർ മിടുക്കനായ സംഘാടകനാണ്, ഒരു സംശയമില്ലാത്ത വിധത്തിൽ വളരെ മിടുക്കനായ സംഘാടകനാണ്. ഈ പുലയ മഹാസഭ ഇത്രയേറെ ശക്തമായ രീതിയിൽ അതിൻ്റെ ഒരു സാന്നിധ്യം ഉറപ്പിക്കുന്നത് പുന്നലയുടെ കാലത്താണ്. അത് പുന്നലയുടെ ഒരു ഗുണമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വ ശേഷിയുള്ള ഒരാളാണ്. അതും പിണറായിയുടെ കൂടെയുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, നേരത്തെ പറഞ്ഞാൽ ഈ മുസ്ലിം കൺസോളിഡേഷൻ വന്നാൽ പോലും ആകെ ജയിക്കാവുന്നത് 45 സീറ്റാണ്. വേണമെങ്കിൽ ഒരു 42 സീറ്റും കൂടി കിട്ടാം. ബാക്കി സീറ്റ് എവിടെ നിന്ന് കിട്ടും? ഈ മൈനോറിറ്റി കൺസോളിഡേഷൻ, ക്രിസ്ത്യൻ മുസ്ലിം കൺസോളിഡേഷൻ ഉള്ളപ്പോഴും ഹിന്ദുക്കളുടെ കുറേ വോട്ട് കൂടി കിട്ടിയാലേ തങ്ങൾക്ക് ഭരിക്കാൻ കഴിയൂ എന്ന ബോധ്യത്തിൽ നിന്നാണ് അന്ന് കരുണാകരൻ നായർക്ക് NDP ഉണ്ടാക്കിയത്, ഈഴവർക്ക് SRP ഉണ്ടാക്കിയത്, ധീവരർക്ക് DLP ഉണ്ടാക്കിയത്. ഓർമ്മയുണ്ടാവും. എന്നിട്ട് അവരെല്ലാം ചേർത്ത് ആ കുറച്ച് ഹിന്ദു വോട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ 71 എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആ മാജിക് നമ്പർ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദുവിനെ പ്രോജക്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരില്ലേ എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും 2 പേര് വരും. ഒന്ന് KC വേണുഗോപാലാണ്. ഏറ്റവും കൂടുതൽ സാധ്യത KC വേണുഗോപാലിനാണ്. പക്ഷേ KC വേണുഗോപാൽ മിടുക്കനായതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ തൽക്കാലം വേണ്ട, ആദ്യത്തെ ഒരു സന്ദർഭത്തിൽ VM സുധീരൻ വരട്ടെ എന്ന നിലക്ക് അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തു കൂടായികയില്ല. അതുകൊണ്ട് രാമൻ്റെ ഈ സംശയം രാഷ്ട്രീയത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ തീർത്തും പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. കാരണം ഇതും കൂടി അല്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല. കാരണം മൈനോറിറ്റി കൺസോളിഡേഷൻ മാത്രം വെച്ചുകൊണ്ട് കേരളത്തിൽ ജയിച്ചു പോകാൻ കഴിയില്ല. ഇപ്പോൾ കുറ്റിപ്പുറത്ത് മത്സരിച്ചാൽ 2 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും, പക്ഷേ ഒരു MLA ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് മേൽ തണുത്ത വെള്ളം കോരി ഒഴിക്കുന്ന പരിപാടിയാണ്
ഈ ചർച്ചയിൽ കൂടി ഉണ്ടായത്. കാരണം സതീശനൊക്കെ അല്ലേ? അല്ല, സതീശനല്ലെങ്കിലും ഇനി ചാൻസ് വളരെ കുറവാണ്. അത് പോയി കഴിഞ്ഞല്ലോ. കാരണം KC വേണുപോലുള്ളവ പിന്നെ എന്ത് സതീശൻ, അത്രയല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.